RSSും അവരുടെ വക്താവ് ശശികലയും ഒക്കെ കൂടി ഓണത്തെ വാമന ജയന്തിയാക്കി മാറ്റാനുള്ള തയ്യാറെടുപ്പിലാണ്. അടിസ്ഥാന വർഗ നാടോടി കലകളെ മുഴുവൻ വരേണ്യവൽക്കരിക്കുന്ന തിരക്കിലാണ്. എന്നാൽ ഇതൊന്നും കണ്ട് പേടിക്കുന്ന ആളല്ല സുരേഷ് ഗോപി. BJPയുടെ MP ഒക്കെ ആണെങ്കിലും സുരേഷ് ഗോപി ഓണത്തെ ദ്രാവിഡ സങ്കല്പമായി തന്നെ കാണുന്നവർക്കൊപ്പമാണത്രേ. അങ്ങനെയാണ് ഓണത്തിന്റെ ഭാഗമായുള്ള കുമ്മാട്ടിക്കളിക്കൊപ്പം സുരേഷ് ഗോപിയും ആടി തിമിർക്കാനെത്തിയത്. കുമ്മാട്ടിക്കളി എന്നൊക്കെ കേട്ടിട്ടേ ഉള്ളൂ. വേഷം തന്നെ നേരിട്ട് കാണുന്നത് ജീവിതത്തിൽ ആദ്യമായിട്ടാണ്. ഓണത്തിന് കുമ്മാട്ടിക്കളി ഇല്ലാതെ ഓണം തികയില്ല, മാലോർക്കും തികയില്ല. ഇത് തികവ് സമ്മാനിക്കുന്ന ഒരു വലിയ ആഘോഷവും ആ ആഘോഷത്തിൻ്റെ ഭാഗമായിട്ടുള്ള പ്രകടനവുമാവട്ടെ, കലാരൂപങ്ങളൊക്കെയും നാടിൻ്റെ ചിഹ്നം വിളിയായി തന്നെ നിലനിൽക്കണം. കുമ്മാട്ടിക്കളി മോശമല്ല, പക്ഷേ അതിൻ്റെ പേരിൽ കഥകളിയെ ആക്ഷേപിക്കരുത് എന്ന വാദവുമായി ശശികല ടീച്ചർ രംഗത്തു വരാതിരുന്നാൽ മതി. മാവേലിയുടെ കഥാവതരണം നൽകുന്ന സൂചനകൾ അങ്ങനെ പലതുമാണല്ലോ. ഫാസിസം പോലെ തന്നെ കോമഡി പദമായി മാറിയ വരേണ്യവൽക്കരണത്തിൻ്റെ പുത്തൻ ആവിഷ്കാരം. എന്തായാലും മാവേലിയും ഓണവുമെല്ലാം തയ്യാറായി കഴിഞ്ഞു. ഇനി ആഘോഷങ്ങളുടെ കാലമാണ്. ഇന്നത്തെ നേരം കഴിയാറായി. പ്രധാന കുത്തിത്തിരിപ്പുകൾ ഒരിക്കൽ കൂടി. നാടെങ്ങും ഇളക്കിമറിച്ച് ഓണക്കളികൾ. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം ശിരസാ വഹിച്ച് നാട്ടുകാരെ പെരുവഴിയിലാക്കി കുട്ടി സഖാക്കളുടെ ഓണാഘോഷം. ഇവിടുത്തെ രാഷ്ട്രീയക്കാരുടെയും കാശുള്ളവന്മാരുടെയും മക്കളാണെന്ന് അഹങ്കരിച്ച് എന്ത് താന്തോന്നിത്തരവും കാണിക്കുന്ന കുറെ തെരുവ് ഗുണ്ടകൾക്ക് അഡ്മിഷനും കൊടുത്ത് അവരുടെ തെമ്മാടിത്തരത്തിന് കൂട്ടുനിന്ന് നാളെ ഈ രാജ്യം ഭരിക്കുന്നതിന് ഒരു കൂട്ടം സാമൂഹ്യ വിരുദ്ധരെ സൃഷ്ടിച്ചുവിടുന്ന ഈ സ്ഥാപനം ഉണ്ടല്ലോ, വിദ്യാഭ്യാസം എന്ന വാക്കിനെ വ്യഭിചരിക്കുകയാണ് ചെയ്യുന്നത്. അതിന്റെ തലവനായിരിക്കുന്ന സാറിന്റെ ഉദ്യോഗത്തിന് യോജിച്ച പേര് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലായി. പോലീസ് അത് നോക്കി നിൽക്കുക, വിനീത വിധേയരായി. ഇതിലൊക്കെ ഞങ്ങൾ എന്ത് ചെയ്യണം മിസ്റ്റർ? എന്ത് പോക്കത്രം കാണിച്ച് ആര് അറസ്റ്റ് ചെയ്താലും അവരെല്ലാം ഓരോ പാർട്ടി പ്രവർത്തകരായിരിക്കും. അത് തേച്ചു മാറ്റിയാലും ഓരോ പാർട്ടിക്കാർ വരും. മിനിസ്റ്റർമാരുടെ പ്രൈവറ്റ് സെക്രട്ടറികളും ഇവരുടെയൊക്കെ ചെരുപ്പ് നിൽക്കുന്ന പട്ടികൾ ഈ നാട്ടിൽ. പിന്നെ ഇവിടുത്തെ പോലീസുകാരൻ ഈ നാട്ടിൽ എന്ത് ചിരക്കാനാ? ഇമാതിരി ആഘോഷങ്ങൾ എല്ലാ ദിവസവും നടത്താൻ ആലോചിക്കുമെന്ന് SFI. മന്ത്രിമാർക്ക് പരിസ്ഥിതി ബോധമുണ്ടാക്കാൻ വിദ്യാഭ്യാസ മന്ത്രിയുടെ ക്ലാസ് മാറിക്കയറിയ EP ജയരാജൻ ഉത്തരം പറഞ്ഞ് ഞെട്ടിച്ചു. ഞണ്ട് കണ്ടോ സാർ? ഞാൻ ഈ ക്ലാസ്സിലല്ല, പക്ഷെ എന്റെ ക്ലാസ്സിൽ കയറി ഇരുന്നാൽ ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറയണം. അതെനിക്ക് നിർബന്ധമാണ്. എന്റെ സബ്ജക്ട് സുവോളജി അല്ല. പുലിയുടെ ആവാസ വ്യവസ്ഥ എന്ന് പറയുന്നത് കാടാണ്. സാർ എന്തായി ചെയ്യുന്നത്? ഐ ആം ടീച്ചിങ്. ഞാൻ ഇവരെ പഠിപ്പിക്കുകയാണ്. പ്ലീസ് ഡോണ്ട് ഇന്റർഫിയർ. KPSC ലളിതയെ രാഷ്ട്രീയം പഠിപ്പിക്കാൻ VM സുധീരൻ. സർക്കാർ നോമിനികൾ പാർട്ടിക്കാരായിരിക്കുന്നത് ശരിയല്ല. താൻ മുഖ്യമന്ത്രിയായാൽ പാർട്ടിക്ക് വിധേയനായിരിക്കില്ലെന്നും പ്രഖ്യാപനം. പ്രിയ സഹോദരി അടുത്ത കാലത്ത് ഒരു സാംസ്കാരിക സ്ഥാപനത്തിന്റെ ചുമതല ഏറ്റെടുത്ത് നടത്തിയ ഒരു പ്രതികരണം. എന്റെ കുഞ്ഞു പോയി വല്ലതും കഴിച്ച് കുറച്ചു നേരം വിശ്രമിച്ചാട്ടെ. കലാകാരി എന്നുള്ള നിലയിൽ ഞാൻ വളരെ മതിപ്പോടുകൂടി കാണുന്ന സഹോദരിയാണ്. അയ്യടാ, എന്റെ ബന്ധത്തിൽ ഇങ്ങനെയും കൂറുള്ള ഒരുത്തൻ ഉണ്ടായല്ലേ. രാഷ്ട്രീയ അടിമത്വം സ്വീകരിച്ചുകൊണ്ട് പാലും 2 മുട്ടയും കഴിച്ചിട്ട് പോയി. ഇന്നത്തെ ഡെമോക്രസി പൂർത്തിയാകുന്നു. നാളെ വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം.